ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण. श्रीमद् भागवतम 10 स्कंदम പരമശ്രേയസ് അധ്യായം 14 ബ്രഹ്മസ്തുതി ശ്ലോകം 46 മുതൽ 50 വരെയുള്ള ശ്ലോകം. ശ്ലോകം 46. തതോ ഹസൻ കേൾക്കില്ല. ഋഷികേശ തതോ ഹസൻ ഋഷികേശോ അഭ്യവഹ്യത്യ സഹാർഭഗൈ ദർശയാം ചർമാജഗരം വ്യജ്ഞവർത്ത വനാദ്വജം. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയാം ചർമാജഗരം യവർത്തദാ വനാദ്വജം. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയാം ചർമാജഗരം യവർത്തദാ വനാദ്വജം. വസുപുഷ്പു. ഹരേ കൃഷ്ണ. തതോ ഹസൻ ഋഷികേശോ അഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയം ചർമ്മ ജഗരം നിവർത്തത വനാദ്വജം. പദാനുപദാർത്ഥം. തഥാ അനന്തരം ഹസൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഋഷികേശ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾക്ക് നാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ അഭ്യവഹൃത്യ ഭക്ഷണം കഴിച്ചിട്ട് സഹ ഒപ്പം അർഭകൈ ഗോപകുമാരന്മാർ ദർശയൻ കാട്ടിക്കൊടുത്തുകൊണ്ട് ചർമ്മ തോല് അജഗരം അകാസുരൻ എന്ന പെരുമ്പാമ്പിന്റെ ഞവർത്ത തിരിച്ചെത്തി വനാത് കാട്ടിൽ നിന്ന് വ്രജത്തിലേക്ക്. വിവർത്തനം ശീല അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭാത് മഹാരാജ് കി ജയ്. അനന്തരം ഋഷികേശൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഗോപബാലമിത്രങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു. വൃജഭൂമിയിലെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങുന്ന വേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപബാലന്മാർക്ക് സർപ്പമായിരുന്ന അകാസുരന്റെ മൃതദേഹത്തിന്റെ തൊലി കാണിച്ചു കൊടുത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 47. ബഹപ്രസൂന വനധാതു വിചിത്രാംഗാം ക്രോധാമ വേണൂതല ശൃംഗാം രവോത്സവാദ്യാം വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി ഗോവീത് ഉത്സവദൃശി പ്രവിവേശ ഗോഷ്ഠം. ബഹപ്രസൂന വനധാതു വിചിത്രാംഗാം ക്രോധാമ വേണൂതല ശൃംഗരവോത്സവാദ്യേ വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി ഗോവീത് ഉത്സവദൃശി പ്രവിവേശ ഗോഷ്ഠം. ബഹപ്രസൂന വനധാതു വിചിത്രാംഗാം ക്രോധാമ വേണൂതല ശൃംഗരവോത്സവാദ്യാം വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി ഗോവീത് ഉത്സവദൃശി പ്രവിവേശ ഗോഷ്ഠം. ജയമാതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥ. ബർഹ മയിൽപീലികൾ കൊണ്ട്, പ്രസൂന പൂക്കൾ, വനധാതു വനത്തിലെ ധാതുക്കളും, വിചിത്രിത അലങ്കരിച്ച, അംഗ ദിവ്യശരീരം, പ്രോധാമ വലിയ, വേണുദള മുളക്കൊമ്പുകൊണ്ടുണ്ടാക്കിയ, ശൃംഗ ഓടക്കുഴലിന്റെ, രവ ശബ്ദത്താൽ, ഉത്സവത്താൽ ആഢ്യ സമ്പന്നനായും, വത്സാൻ പശുക്കുട്ടികളെ, ഗൃണൻ വിളിച്ചുകൊണ്ടും, അനുഗ ഒപ്പം നടക്കുന്നവരാൽ, ഗീത പാടപ്പെടുന്ന, പവിത്ര പരിശുദ്ധമാക്കപ്പെടുന്ന, കീർത്തി അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, ഗോപികമാരുടെ കണ്ണുകൾക്ക്, ഉത്സവം, ദൃശി ദർശനം, പ്രവിവേശ അദ്ദേഹം പ്രവേശിച്ചു, ഗോഷ്ഠം ഗോകുലത്തിൽ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണന്റെ അതീന്ദ്രിയ ശരീരം മയിൽപീലിയും പൂക്കളും കൊണ്ടലങ്കരിച്ചു വനധാതുക്കൾ പൂശിയും കാണപ്പെട്ടു. ഓടക്കുഴലിൽ നിന്ന് ഉച്ചത്തിൽ പുറപ്പെടുന്ന നാദം ആയിടത്ത് ഉത്സവപ്രതീതി ഉളവാക്കി.
ഭഗവാൻ ഓരോ പശുക്കിടാവിനെയും ഓമനപ്പേര് പറഞ്ഞു വിളിച്ചു. കൂട്ടുകാരാകട്ടെ കൃഷ്ണന്റെ മഹത്വങ്ങൾ കീർത്തിച്ച് ലോകത്തെ പരിശുദ്ധമാക്കി തീർത്തു. അങ്ങനെ കൃഷ്ണ ഭഗവാൻ പിതാവായ നന്ദഗോപരുടെ ഗോകുലത്തിൽ പ്രവേശിച്ചു. കൃഷ്ണന്റെ സൗന്ദര്യം ദർശിച്ച എല്ലാ ഗോപികമാരുടെയും നയനങ്ങൾക്ക് ഉടൻ തന്നെ അതൊരു മഹോത്സവം സൃഷ്ടിച്ചു. പാവർത്തം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണനോട് മാതൃസഹജമായ വാത്സല്യമുള്ള യശോദയെ പോലുള്ള മുതിർന്ന ഗോപികമാരുടെ കാര്യമാണിവിടെ പറയുന്നതെന്ന് ശ്രീല ജീവഗോസ്വാമിയും ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും അഭിപ്രായപ്പെടുന്നു. കൃഷ്ണന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അഭിമാനിച്ചിരുന്ന കളിക്കൂട്ടുകാരായ ബാലന്മാർ എല്ലാവരും അവയെക്കുറിച്ച് പ്രകീർത്തിച്ചു പാടിക്കൊണ്ടാണ് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 48. അധ്യായേന മഹാവ്യാലോ യശോദാനന്ദസൂനുനാം ഹതോ അവിദയം ചാസ്മാം ഇതി ബാലവ്രജേ ജഗൂ. അധ്യായേന മഹാവ്യാലോ യശോദാനന്ദസൂനുനാം ഹതോ അവിദയം ചാസ്മാം ഇതി ബാലവ്രജേ ജഗൂ. അധ്യാനേന മഹാവ്യാലോ യശോദാനന്ദസൂനുനാം ഹതോ അവിദവയം ചാസ്മാം ഇതി ബാലവ്രജേ ജഗൂ. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അധ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോ വിദാവയം ചാസ്മാത് ഇതി ബാലവ്രജേ ജഗൂ. പദാനുപദാർത്ഥം. അധ്യ ഇന്ന്, അനേന ഇദ്ദേഹത്താൽ, മഹാവ്യാള വലിയൊരു സർപ്പം, യശോദാനന്ദസൂനുന യശോദയുടെയും നന്ദന്റെയും പുത്രനാൽ, ഹത കൊല്ലപ്പെട്ടു, അവിത രക്ഷപ്പെട്ടു, വയം ഞങ്ങൾ, ച അസ്മാത് ആ സർപ്പത്തിൽ നിന്ന്, ഇതി ഇപ്രകാരം, ബാലന്മാർ, വ്രജെ വൃന്ദാവനത്തിൽ, ജഗു പാടി. വിവർത്തനം. വൃജത്തിലെത്തിയതും ഗോപബാലന്മാർ ഇങ്ങനെ കീർത്തിച്ചു പാടി: ഇന്നു ശ്രീകൃഷ്ണൻ വലിയൊരു സർപ്പത്തെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ചു. ചില കുട്ടികൾ ശ്രീകൃഷ്ണനെ യശോദാപുത്രനെന്നും മറ്റു ചിലർ നന്ദനന്ദനെന്നുമാണ് വർണ്ണിച്ചത്. ഭാവാർത്ഥം. ശ്രീ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭാത് മഹാരാജ് കി ജയ് ഹോ. സത്യത്തിൽ ശ്രീകൃഷ്ണൻ അകാസുരനെ വധിച്ചത് ഒരു വർഷം മുമ്പായിരുന്നു. ഈ ഒരു കൊല്ലവും ബ്രഹ്മാവിന്റെ മായയിൽ മുക്തരായി കഴിഞ്ഞിരുന്നതിനാൽ കുട്ടികൾ കാലം കടന്നുപോയത് അറിഞ്ഞില്ല. അന്നാണ് ശ്രീകൃഷ്ണൻ അകാസുരനെ കൊന്നിട്ട് അവരുടെ ഒപ്പം മടങ്ങി വരുന്നതെന്ന് അവർ കരുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 49. ശ്രീരാജോവാച ബ്രഹ്മൻ പരോ ഭാവേ കൃഷ്ണേ ഈയാൻ പ്രേമ കഥം ഭവേ യോ അഭൂതപൂർവസ്തോകേഷു സ്വഭാവേഷു കഥ്യതാം. ശ്രീരാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമ കഥം ഭവേ യോ അഭൂതപൂർവസ്തോകേഷു സ്വഭാവേഷു അഭികഥ്യതാം. ശ്രീരാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ ഇയൻ പ്രേമഗതം ഭവേ യോ അഭൂതപൂർവസ്തോകേഷു സ്വഭാവേഷു അഭികഥ്യതാം. രമണിമാജി. ആയിട്ടില്ല പ്രഭു, കന്നഡ കിട്ടിയിട്ടില്ലേ? കന്നഡ ആയിട്ടില്ല. ഹരേ കൃഷ്ണ. ശ്രീ രാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ ഇയാൻ പ്രേമ കഥം ഭവേത് യോ അഭൂതപൂർവസ്തോകേഷു സ്യോദ്ഭവേഷുപി കഥ്യതാം. ശ്രീ രാജാവ് ഉവാച. രാജാവ് പറഞ്ഞു: ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, പര ഉദ്ഭവേ അന്യനിൽ നിന്ന് ഉത്ഭവിച്ച കൃഷ്ണേ കൃഷ്ണ ഭഗവാനിൽ ഇയാൻ ഇത്രയും പ്രേമം കഥം ഭവേത് എങ്ങനെ ഉണ്ടാകുന്നു, യാ ഏതൊന്ന്, അഭൂതപൂർവം പണ്ടുണ്ടാകാത്തത്, തോകേഷു കുട്ടികളിൽ, സ്വ ഉദ്ഭവേഷു തങ്ങളിൽ നിന്നുണ്ടായ, അപി പോലും, കഥ്യതാം പറഞ്ഞാലും. വിവർത്തനം. പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു: മറ്റാരുടെയോ പുത്രനായ കൃഷ്ണനോട് പണ്ടൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും തോന്നിയിട്ടില്ലാത്തതുമായ
പരിശുദ്ധ സ്നേഹം ഗോപസ്ത്രീകൾക്ക് എങ്ങനെ തോന്നി? ദയവായി വിവരിച്ചാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ശുഭവാച. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷവാനവി ദേവി ദൈത്യായ കൃതാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാം ഗൗരഗണാശക്തി വിഗ്രഹായ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാവിരുതവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബന സാംബോധേ പാദാംബുജയേ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൂമേ സംനിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപസനാതനാം ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട दासरघुनाथ एचाय गोशाय गोरी चरण बंदन जहाँ मोत विघ्नानाश अभीष्टपूरण वांछा कल्पवृक्षस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महाधन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्युषे नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं. हे कृष्ण करुणा सिन्धो दीनबन्धो जगल्पते गोपेश गोपिका कान्दा राधा कान्दा नमस्तुते. जयदां सरदो पंगोर्मम मन्दमदेर्गदे मत्सर्वस्वपदाम्भोजो राधा मदनमोहनो. दिव्यावृन्दारण्यकल्पद्रुमदां श्रीमद्रत्नाकर सिंहासनस्थो श्रीमद् राधा शीलगोविन्ददेवो प्रेष्ठालिभिः सेव्यमानो स्मरामि. श्रीमन् रासरसारम्भि वंशीवडतटस्थितः कर्षन् वेणुसुनैर्गोपी गोविनाथश्चेतुना. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. ततो हसन् ऋषिकेशम् अभ्यवर्त्य ह्या सहार्भगै दर्शयां चर्माजगरं न्यवर्तदा वनाद्वजम्. Then Lord Rishikesha, smiling, finished his lunch in the company of his cohort boys. While they were returning from the forest to their homes in Vraja, Lord Krishna showed the cohort boys, the skin of the dead serpent of Agharsura. ഹരേ കൃഷ്ണ. അങ്ങനെ ബ്രഹ്മാവ് തിരിച്ചുപോയപ്പോൾ കൃഷ്ണൻ പഴയപടി കുട്ടികളെയും ഗോപന്മാരെയും വീണ്ടെടുക്കുകയാണ്. അവരവിടെ തന്നെയാണുള്ളത്.
എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അവിടെ തന്നെയുള്ളത്. ബ്രഹ്മാവ് കവർ ചെയ്തു. ആ കവറ് മറ കൃഷ്ണൻ ഇപ്പോൾ മാറ്റി പശുക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. കാട്ടിൽ പോയി പശുക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. യമുനാ തീരത്ത് ഗോപന്മാരുണ്ട്, അവരുടെ മുമ്പിൽ കുട്ടികൾ കൊണ്ടുവന്നു, പശുക്കുട്ടികൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഗോപന്മാർക്ക് വളരെ സന്തോഷം. ഓ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി, പെട്ടെന്ന് വന്നല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും കൃഷ്ണ പോയി കഴിഞ്ഞ് കുട്ടികളെല്ലാം കൊണ്ടുവന്നു. കൃഷ്ണൻ അല്ലാതാണ് ഞാൻ ശരി. ഇത്രയും സ്പീഡ്, ഇത്രയും വേഗത്തിലെ കാര്യം നടത്തണം. കണ്ണ് അടച്ച് തുറക്കണേക്കാളും മുമ്പ് കാര്യം നടന്നു. അപ്പൊ പക്ഷെ ഞാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ് കേട്ടോ, ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്, നീ വരാൻ കാത്തു നിൽക്കായിരുന്നു. ഞങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് ലഞ്ച് ബോക്സ് വെച്ചിട്ടുള്ളൂ, ഞങ്ങൾ തുറന്നു നോക്കിയിട്ടുമില്ല. നീ തുറന്നു നോക്കി നീ വരാൻ കാത്തു നിൽക്കുകയാണ്, വരും നമുക്ക് ഒരുമിച്ച് കഴിക്കാം കൃഷ്ണ എന്ന് ഗോപന്മാർ വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, പ്യുവർ ഡിവോഷനോട്, ഭയങ്കര പ്രേമത്തോട് കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഇന്നത്തെ പോലെ വരൂ എന്ന് വിളിച്ചപ്പോൾ കൃഷ്ണൻ ചിരിക്കുക. സന്തോഷമായി. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ശരി അങ്ങനെ ആകട്ടെ, നമുക്ക് കഴിക്കാം. അഭ്യർത്ഥിയ സഹ അർഭകെ ഗോപന്മാരൊപ്പം ആ ലഞ്ച് ഭക്ഷണം പ്രസാദം ഭക്ഷണം അദ്ദേഹം കഴിച്ചു എന്ന് പറഞ്ഞു. അത് കഴിച്ചു പറയുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞാൽ പോലും അത് അവിടെ തന്നെ ഇരിക്കുക, അതേ ടേസ്റ്റ്, വ്യത്യാസമില്ലാണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും, സാധാരണ നമ്മൾ ഭക്ഷണം പറയുമ്പോൾ 3 യാമം, 3 മണിക്കൂറിന് മീതെ 6 മണിക്കൂറിന് മീതെ ഭക്ഷണം വെക്കാൻ പാടില്ല, അത് കേടുവരും. പക്ഷേ പ്രസാദത്തിന് അങ്ങനെയില്ല. പ്രസാദത്തിന് കേടുവരില്ല, പഴക്കമുണ്ടാവില്ല, ദ്രവിക്കില്ല, അതിന് യാതൊരു കേടുപാടുണ്ടാവില്ല. ഇതേപോലെ ഒരു വർഷം ഈ പ്രസാദം ആരും കഴിക്കാതെ ഒരു വർഷം ഗോപന്മാരുടെ ലഞ്ച് ബോക്സിനുള്ളിൽ എന്നതല്ല. ഇപ്പോൾ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം, ഒരു വ്യത്യാസമില്ല, നാറ്റോ അങ്ങനെയൊന്നുമില്ല, ക്ലിയർ ആയിട്ടിരിക്കണം. കാരണം ഗോപന്മാരെ സംബന്ധിച്ചാണ് ഒരു ജസ്റ്റ് കൃഷ്ണൻ പോയി തിരിച്ചു വന്ന് 1 നിമിഷമായിട്ടുള്ളൂ. പിന്നെ അവർക്ക് തോന്നുമോ കാലത്ത് ഉണ്ടാക്കിയ ഭക്ഷണം കേടുവരുന്നത്? അത് കേടുവരില്ല, കേടുവരാണ്ട് നിന്നത്. എന്നിട്ട് അത് കഴിച്ചു കൃഷ്ണൻ. കഴിച്ചതിന് ശേഷം അന്ന് നമുക്ക് തിരിച്ചു പോകാലോ, കളിയാവസാനം ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ച് വൃന്ദാവനത്തിൽ പോകാം എന്ന് പറഞ്ഞ് കുട്ടികോരെയും വിളിച്ചുകൊണ്ട് കൃഷ്ണൻ പോവാണ്. ആ പോകുന്ന വഴിക്കാണ് അഘാസുരനെ കൊന്ന ആ പാമ്പിൻ്റെ അടവ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അഘാസുരൻ്റെ വധം നോക്കാൻ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഘാസുരൻ്റെ വലിയ രൂപം, അത് ആ ഡെഡ് ബോഡി അതേപോലെ പ്രിസർവ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ പോലും കൃഷ്ണന് യോഗമായ അതിൻ്റെ അതേ രീതിയിൽ ജസ്റ്റ് മണിക്കൂറുകൾ മുമ്പ് വധിക്കപ്പെട്ട ഒരു അസുരൻ, ആ അസുരൻ്റെ ശരീരം, ചത്ത ശവം കാണിച്ചു കൊടുക്കുകയാണ് അഘാസുരൻ. അപ്പോൾ നമുക്കറിയാം ഈ എപ്പിസോഡ് ബ്രഹ്മസ്തുതി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴാണ്, എന്ത് പറഞ്ഞിട്ട് ഉറങ്ങണം? കാരണം കൃഷ്ണൻ അഘാസുരനെ കൊന്നു. ഗോപന്മാരെ എന്തു സംഭവിച്ചാലും ശരി, കൃഷ്ണൻ അത് ചെയ്തു, കൃഷ്ണൻ അത് ചെയ്തു, ഇന്ന് കൃഷ്ണൻ ആ അസുരനെ കൊന്നു, ഇന്ന് കൃഷ്ണൻ ഈ അസുരനെ കൊന്നു, കൃഷ്ണൻ അത് ചെയ്തു, എപ്പോഴും കൃഷ്ണന്റെ കാര്യങ്ങൾ പറയാൻ മാത്രമേ ഗോപന്മാർ നേരുള്ളൂ. പക്ഷേ അഘാസുരനെ വധിച്ച് പറയുന്നത് അവൻ 1 വർഷത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മസ്തുതി. അപ്പൊ ആ വർഷത്തിൽ എന്ത് സംഭവിച്ചു, ഇതാണ് ആ സമയത്ത് ബ്രഹ്മാവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് പറഞ്ഞ ബ്രഹ്മ. അതുകൊണ്ട് ഇവര് 1 വർഷം കഴിഞ്ഞിട്ടേ അഘാസുരന്റെ കാര്യം. അപ്പൊ വഴിയിൽ വെച്ചിട്ട് കൃഷ്ണൻ കാണിച്ചു കൊടുക്കണം, അഘാസുരൻ നമ്മൾ വധിച്ചില്ലേ, കുറച്ച് 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ തന്നില്ലേ, ആ അഘാസുരന്റെ ശവമാണ് അവിടെ കിടക്കണം, എല്ലാവരും നോക്കിക്കോളോ പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്തോഷം, കൃഷ്ണ അങ്ങനെ ചെയ്തല്ലോ. എന്നിട്ട് ഇതെല്ലാം കാണിച്ചതിന് ശേഷം തിരിച്ചവര് വൃന്ദാവനിക്കാൻ എത്തുകയാണ്. വൃന്ദാവനത്ത് എത്തുമ്പോൾ എന്താ പറയുക, അവിടെ ബഹപ്രസൂന വനധാതു വിചിത്രാംഗ ക്രോധാമ വേണൂദര ശൃംഗ രവോത്സവാദ്യേ വത്സാൻ ഗൃണൻ മുഖഗീത അനുഗീത പവിത്ര കീർത്തി ഗോപീത് ഉത്സവദർശി ദൃശി പ്രവിവേശ ഗോഷ്ഠം. ഗോപീത് ഉത്സവ ദൃശി പ്രവിവേശ ഗോഷ്ഠം. Lord Krishna's transcendental body was decorated with peacock feathers and flowers, painted with forest minerals, and his babufu loudly and festively resounded. As he called out to the cows by their names, the cowherd boyfriends
purified by the whole world by chanting his glories. Thus, Lord Krishna entered the cow pasture of his father, Nanda Maharaja, and the sight of his beauty at once produced a great festival for the eyes of all the cowherd women. ഇപ്പൊ കൃഷ്ണന്റെ അലങ്കാരത്തെ കുറിച്ച് പലയിടത്തും പല ഭാഗത്തും കൃഷ്ണന്റെ ശരീരത്തെ പറ്റി പറയുന്നുണ്ട്, അല്ല അലങ്കാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവ ശുഗദേവ് ഗോസ്വാമി ഇത് പറഞ്ഞ് തീരുന്നില്ല. സ്വാദു പതേ പതേ കൃഷ്ണന്റെ ആ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കും തോറും നമ്മുടെ സന്തോഷം ഇരട്ടിച്ചു വരികയാണ്. കാരണം അവർക്ക് അവിടെ വേറെ ചിന്തകളില്ല. അവരുടെ സിറ്റിയുടെ ശുദ്ധ സത്വ ശുഗദേവ് ഗോസ്വാമി പോലത്തെ ആൾക്കാരെല്ലാം പ്യൂർ ഡിവോട്ടീസ്. അവരെ സംബന്ധിച്ചോളം ഭൗതികമായിട്ടുള്ള യാതൊന്നും അവർക്കില്ല. കിഞ്ചിനത് ഒരു എന്താ പറയുക, ഇത്തിരി പോലും ഭൗതികമായിട്ടുള്ള അവരെ ബാധിച്ചിട്ടില്ല. ആ കറ അവരെ തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് അവരെ കോൺഷ്യസിൽ മുഴുവൻ കൃഷ്ണപ്രേമമേ ഉള്ളൂ. അതിങ്ങനെ ആനന്ദാമ്പുതി വർദ്ധനം അവരിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര പറഞ്ഞാലും കൃഷ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും ശ്രീ ഇവർക്ക് മടുക്കില്ല. ആ ബിജോ, അവിടെ അവരെത്തിണ്ടോ അറിയില്ല കേട്ടോ. ക്ലാസ്സിലാണ്. എട്ടരക്കത്താന്നൊക്കെയാണ് പറയുന്നത്. ആ പുറത്ത് സൈഡിൽ അടിച്ചോളൂ. സൈഡില് നേരത്തെ അടിച്ചേന്നില്ലേ സൈഡില്, അവിടെ അടിക്കാൻ പറഞ്ഞാൽ മതി. പുറത്ത് അതിന്റെ മുകളിലിട്ടുള്ളോ, കുഴപ്പമില്ല. കട്ട ഉള്ളി കയറ്റി വെച്ചോളൂ. ആ സോറി, ഫോൺ കോൾ വന്നു, എടുക്കേണ്ടി വന്നു. എത്താനും പറ്റില്ല. കാരണം കുറച്ച് സാധനങ്ങൾ കട്ടാകാൻ ഇന്റർലോക്കിന്റെ പണി തുടങ്ങാൻ വേണം. അപ്പൊ അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഇറക്കുകയാണ് അവിടെ. അപ്പോൾ അവരെ പുറത്തുനിന്ന് ചോദിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ശുഗദേവ് ഗോസ്വാമി പോലത്തെ പ്യൂർ ഡിവോട്ടീസിന് കൃഷ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് കൃഷ്ണനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പറയാം കൃഷ്ണന്റെ രൂപത്തിനെ കുറിച്ച് തന്നെയാണ്, കൃഷ്ണന്റെ ഭംഗി. നമുക്ക് 64 ക്വാളിറ്റീസിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്നത് ആ 4 ക്വാളിറ്റീസ്. ആ 4 ക്വാളിറ്റീസിൽ തന്നെ ഏറ്റവും ഉന്നതമായിരിക്കുന്നത് കൃഷ്ണന്റെ ഭംഗി തന്നെയാണ്. കാരണം അവിടെയാണ് നമ്മൾ തെളിയിക്കുന്നത് കൃഷ്ണൻ ഒരു പുരുഷനാണ്, ഒരു വ്യക്തിയാണ്. ആ കൃഷ്ണൻ എന്ന വ്യക്തിത്വം, കൃഷ്ണന്റെ പേഴ്സണാലിറ്റിയാണ് പരമസത്യത്തിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സത്യം. അതുകൊണ്ട് ആ ഭംഗിയുള്ള ആ വെച്ചാൽ നമുക്ക് നമ്മൾ ഇവരെല്ലാം കാണുന്നത് ഭൗതികമായ ശരീരങ്ങൾ, ഭൗതികമായ രൂപങ്ങളാണ്. അപ്പോൾ ഈ അദ്വൈതവാദികൾ അതന്നെ പറയുള്ളൂ, ഇവിടെ രൂപം എന്നുള്ളത് ഇതാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും കൃഷ്ണന്റെ രൂപം എന്നുള്ളത് അതീന്ദ്രിയമാണ്, ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എല്ലായ്പ്പോഴും നമ്മൾ കൃഷ്ണൻ രൂപത്തിനെ കുറിച്ച് എപ്പോഴും കൃത്യച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് ഇപ്പൊ കൃഷ്ണന്റെ എപ്പോഴും നമുക്ക് ആ മയിൽപീലി ചൂടിക്കൊണ്ട്, വനമാലെല്ലാം അണിഞ്ഞുകൊണ്ട്, വനധാതുക്കൾ പല ധാതുക്കളുണ്ടാവും, അതെല്ലാം ദേഹത്ത് ഇങ്ങനെ പൂശി പല നിറങ്ങളുണ്ടാവും, പല മൾട്ടി കളേഴ്സുകൾ പല കാര്യങ്ങൾ, അതെല്ലാം എടുത്ത് ദേഹത്ത് തേക്കും കൃഷ്ണൻ. കുറേക്ക് യശോദമാതി തേച്ചു കൊടുക്കും, കുറെ കൃഷ്ണൻ തന്നെ നേരിട്ട് തേക്കും. കൃഷ്ണൻ എങ്ങനെ എത്ര കുറെ സാധനം വാരിക്കൂരി ശരീരത്തൊക്കെ എതിരും. ആ വഴി പോകാനുള്ളൂ. അങ്ങനെ പോകുമ്പോൾ വനത്തിൽ വരുമ്പോൾ ഒരു കായ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാരണം അതെല്ലാം പൊട്ടിച്ച് ചതച്ച്, അപ്പൊ അതിന് കാരണം കുറെ കളേഴ്സൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എടുത്ത് മേത്തെല്ലാം തേക്കും. ഇതാണ് കൃഷ്ണന്റെ സ്വഭാവം. അപ്പൊ അതെല്ലാം നേരത്തെല്ലാം തേച്ചിട്ടുണ്ട്. പിന്നെന്താണ് ബാംബു, അതന്നെ ആ അവിടൊക്കെ കൃഷ്ണന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ആ ഓടക്കം ഉറക്കെ വിളിക്കുകയും ചെയ്യണേ. ദിഗന്ധങ്ങൾ മുഴുവൻ കേൾക്കുന്നമാരുടെ, അറ്റ്ലീസ്റ്റ് വ്രജഭൂമി മുഴുവൻ കൃഷ്ണന്റെ ആ ഓടക്കുഴൽ മുരളീനാഥം അവിടെ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കൃഷ്ണ ഒറ്റയ്ക്കാണ് അല്ല, കൃഷ്ണ എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് കൃഷ്ണ ഗോപന്മാരും പശുക്കളും പശുക്കിടാങ്ങൾക്കും വെച്ചിട്ടാണ്. അപ്പൊ 4 ക്വാളിറ്റീസിൽ ഒന്നെന്ന് വെച്ചാൽ എപ്പോൾ ഹീസ് ഓൾവേസ് സറൗണ്ടഡ് ബൈ ഹിസ് ഡിവോട്ടീസ്.
അപ്പോൾ ഡെവോട്ടീസ് എന്ന് പറയുമ്പോൾ ഗോപന്മാർ മാത്രമല്ല, പശുക്കിടാങ്ങളുണ്ട്, പശുക്കളുണ്ട്, മയിലുകളുണ്ട്, കുരങ്ങന്മാരുണ്ട്, ധാരാളം അതുണ്ട് ലിവിങ് എൻറ്റിറ്റീസ്. അതെല്ലാം കൃഷ്ണപ്പാണ്. പശുക്കുട്ടികളാണെങ്കിൽ കൃഷ്ണനെ വിട്ടു പോയേയില്ല. അപ്പോൾ കൃഷ്ണൻ അടുത്ത് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ തട്ടി തട്ടി കൃഷ്ണ കാലെല്ലാം ആക്കി ഇങ്ങനെ ചുറ്റി 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 നിൽക്കും. കൃഷ്ണനെ വിട്ട് പോകാനേ അവർക്ക് തോന്നില്ല. കൃഷ്ണാണെങ്കിലും എല്ലാവരെയും നേരിട്ട് അറിയാം. എത്രയോ ആയിരക്കണക്കിന് പശുക്കുട്ടികളുണ്ട് അവിടെ. കൃഷ്ണന്റെ വീട്ടിൽ 9 ലക്ഷം പശുക്കളുണ്ടാവും. അപ്പോൾ 9 ലക്ഷം പശുക്കളാകുമ്പോൾ 9 ലക്ഷം പശുക്കുട്ടികളുണ്ടാവും ചുരുങ്ങിയത്. അപ്പോൾ ഈ പശുക്കുട്ടികളുടെ എല്ലാവരുടെയും പേര് കൃഷ്ണൻ, എല്ലാവർക്കും പേര് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേര് കൃഷ്ണൻ അറിയാം. ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും. കൃഷ്ണ ആലാനകം അറിയാമല്ലോ, ഓരോ പേരുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്മി, ചമ്പക, അങ്ങനെയുള്ള കുറേ പേരുകൾ. ഇപ്പം നമ്മൾ വൃന്ദാവനത്തിന് പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട്, രാംഘട്ടിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ വലിയൊരു ഗോശാലയുണ്ട്. ഭയങ്കര വലിപ്പമുള്ള ഗോശാല. അപ്പോൾ അവിടെ ആയിരക്കണക്കിന് പശുക്കളുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുകളിൽ നിന്ന് കാണാൻ പറ്റാം. പശുക്കൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഓടി വരും. അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പശു നമ്മുടെ വണ്ടി മുഴുവൻ ചുറ്റും അത് പശുക്കൾ. എനിക്ക് കഴിഞ്ഞാൽ നമ്മളെ ഉന്തും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുത്തും കിട്ടി വരും. അപ്പോൾ നിറയെ പശുക്കൾ. അപ്പോൾ അങ്ങനെ പേര് വിളിച്ച് അവരെല്ലാം കുറേ ശർക്കര, ലഡു എന്ന സാധനങ്ങളും തരും. അപ്പോൾ നമ്മളത് താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി വന്ന് കഴിക്കും. അപ്പോൾ വ്രജഭൂമിയും പശുവും തമ്മിൽ ഭയങ്കര ഒരു റിലേഷൻഷിപ്പാണ്. പശുക്കളില്ലാത്ത വ്രജഭൂമി ഇല്ല, അതിനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണന് പശുവില്ലാണ്ട് കൃഷ്ണ മാറ്റം ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ. എപ്പോഴും പശു അടുത്തുണ്ടാവും. എല്ലാവരുടെയും പേര് കൃഷ്ണ അറിയുകയും ചെയ്യാം. വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഗോപന്മാരെന്ത് ചെയ്യും? ഗോപന്മാർ കൃഷ്ണന്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണനും അനേകം പേരുകളുണ്ട്. ഇങ്ങനെ ഓരോ പാസ് ടൈംസ് ചെയ്യുമ്പോൾ കൃഷ്ണന് ഓരോ പേരുകളുണ്ടാവും. യശോദാനന്ദന, നന്ദനന്ദന, ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൃഷ്ണന്റെ പേര് വിളിക്കുമ്പോൾ അത് ജഗത് പവിത്രമാകുന്നു പറഞ്ഞു. 1-ാം സ്കന്ധത്തില് 5-ാം ശ്ലോകത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർമ്മകാണ്ഡത്തിനെയും കുറിച്ചും ജ്ഞാനകാണ്ഡത്തിനെയും കുറിച്ചും അതിമനോഹരമായിട്ട് ഗംഭീരമായ രീതിയിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങളും കവിതകളും പല സ്കോളേഴ്സ്, പല പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എന്താണ് കൃഷ്ണന്റെ ഈ ജഗത്ത് മുഴുവൻ പവിത്രമാക്കുന്ന കൃഷ്ണനെ ഒരിക്കലും അവർ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കാക്കകൾ കുളിക്കുന്ന തീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. പ്യൂർ ഡിവോട്ടീസ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കൃഷ്ണനെ ജഗത്ത് മുഴുവൻ പവിത്രമാക്കുന്ന കൃഷ്ണന്റെ നാമം, കൃഷ്ണനെക്കുറിച്ച് ഒട്ടും പറയാതെ പരാമർശിക്കാതെ എഴുതുന്ന ഗ്രന്ഥം എത്ര അമൂല്യമാണെങ്കിലും ശരി, സംസ്കൃതത്തിൻ്റെ ഭാഷ പ്രകാരം വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ശരി, യാതൊരു മിസ്റ്റേക്ക് ഇല്ലാത്ത ഗ്രന്ഥമായാലും ശരി, അത്യപൂർവമായ മീറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് അതിസുന്ദരമായ രീതിയിൽ രചിച്ച പദ്യശലകളാണെങ്കിലും ശരി, കൃഷ്ണനെ പറ്റി പറഞ്ഞില്ലയോ പിന്നെ അതിന് യാതൊരു വാല്യൂ ഇല്ല. അതെന്താണ്? ജഗത് പവിത്രം, ജഗത്തിന് പവിത്രമാക്കാം. ഇവിടെ തന്നെ എഴുതുന്നത് കൃഷ്ണന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത് പവിത്രമാക്കും. അങ്ങനെ കൃഷ്ണൻ തിരിച്ച് വനങ്ങൾ ഇറങ്ങാണ്. വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി. വത്സാൻ ഗൃണൻ, വത്സൻ ഗൃണൻ പശുക്കുട്ടികളെ ഗൃണൻ അവരെ പേര് വിളിച്ചു, കൃഷ്ണൻ പേര് വിളിച്ചുകൊണ്ടിരിക്കും. അനുഗീത പവിത്ര കീർത്തി. അപ്പൊ ഗോപന്മാരെന്ത് ചെയ്യും? അനുഗ പിന്നാലെ പേരുകൾ വരും. പക്ഷെ അത് കൃഷ്ണനെ കുറിച്ചുള്ള പേരുകൾ. പവിത്ര കീർത്തി, പവിത്ര ആ കീർത്തി, ആ കൃഷ്ണന്റെ യശസ്, പവിത്രമായിട്ടുള്ള യശസ് ഉദ്ഘോഷിക്കുന്ന ആ നാമങ്ങൾ, കൃഷ്ണനാമങ്ങൾ ഇവർ ചൊല്ലിക്കൊണ്ട് അങ്ങനെ പാടിക്കൊണ്ട് അവരെ കയറുകയാണ് തിരിച്ചു വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ നാളത്തെ കാണുമ്പോൾ എന്താണ്ടാവണം? ഗോപീദൃ ഉത്സവ ദുഷി. അവരെ കണ്ണുകൾക്ക് ഗോപിമാർ യശോദ മാതാജി പോലത്തെ മുതിർന്ന ഗോപിമാർക്ക് വാത്സല്യഭാവത്തോടെ അവർ കണ്ണുകൾ മുഴുവൻ കൃഷ്ണന്റെ ആ രൂപം അവർക്ക് ഒരു ഉത്സവമാണ്. കൃഷ്ണന്റെ ദർശനം എന്നുള്ളത് അവരെ സംബന്ധിച്ചാണ് വലിയൊരു ഉത്സവമാണ്. ഇത് രസമായിട്ടാണ് ശ്രീമദ് ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഗോപി ദൃക് ഉത്സവ ദൃശ്യം. ഗോപികളുടെ കണ്ണുകൾക്ക് ഒരു ഉത്സവമാണ് കൃഷ്ണനെ കാണുക എന്നുള്ളത്.
അല്ലെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാക്കി. കൃഷ്ണനെ കാണുന്നതല്ല, അവർക്കൊരു ഉത്സവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഓമനയാണ് കൃഷ്ണൻ അവരുടെ. കൃഷ്ണനെ കൃഷ്ണനെ ആലോചിക്കാത്ത അര സെക്കൻഡ് പോലും, കൃഷ്ണൻ വനത്തിൽ പോയി കഴിഞ്ഞാൽ ഗോപിമാരെല്ലാം ഒരു അര സെക്കൻഡ് പോലും കൃഷ്ണനെ ഓർക്കാതിരിക്കില്ല. എപ്പോഴും കൃഷ്ണനെ ഓർക്കുള്ളവര്. അവർ പല പണികൾ ചെയ്യണ്ടാവും, വീട്ടിൽ പല പണികൾ ചെയ്യണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാണ്ട് ശ്രദ്ധ മുഴുവൻ, അല്ലെ മനസ്സ് മുഴുവൻ, അല്ല അവരുടെ ആ കോൺഷ്യസ്നസ് മുഴുവൻ കൃഷ്ണനാണ്. കൃഷ്ണനെ കുറിച്ച് മാത്രം ചിന്തിക്കും. അതാണ് പ്യുവർ ഡിവോട്ടീസ്. എത്ര പറഞ്ഞാലും, എത്ര റിപ്പീറ്റ് ചെയ്താലും ശരി, എത്ര പറഞ്ഞാലും ശരി, അവർക്ക് മടുക്കില്ല. കാരണം അവർക്ക് ഈ ഭൗതികം കലരുമ്പോഴാണ് നമുക്ക് ഈ മടുപ്പയും വരിക. ഭൗതികത കലർന്നു കഴിഞ്ഞാൽ, ഭൗതികം താൽക്കാലികമായതുകൊണ്ട് അതിന് മടുപ്പുണ്ടാവും, താൽക്കാലികമാണ്. അപ്പൊ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് കൃഷ്ണ പേരുകൾ എപ്പോഴും ഇങ്ങനെ നിരന്തരം അങ്ങനെ കൃഷ്ണ ലീലയെ കുറിച്ച് അങ്ങനെ നിരന്തരം കേൾക്കാനോ പറയാനോ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിറയെ നല്ല പെർസെൻറ്റേജ് മറ്റേ കയറിയിരിക്കുകയാണ്, രജോ ഗുണം തമോ ഗുണം സാധനങ്ങളെല്ലാം. പക്ഷെ പ്യുവർ ഡിവോട്ടീസ് അങ്ങനെയല്ല. അവർക്ക് എത്ര പറഞ്ഞു. അപ്പോൾ ശീലപ്രഭുവാനെ നോക്കിയാൽ മതി. ശീലപ്രഭു കൃഷ്ണനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അതല്ലാതെ വേറെ വർത്താനില്ല അവിടെ. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് അറിവില്ലായ്മയില്ല പറഞ്ഞോടെ. ഇപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ, ഭക്തി സിദ്ധാന്ത സരസ്വതി ശീലപ്രഭു പറയുന്നുണ്ട്, മൈ ഗുരു മഹാരാജ് നോസ് എനിത്തിങ് അബൌട്ട് എനി സബ്ജക്ട് അണ്ടർ ദ സൺ. സൂര്യനെ കീഴിക്കുന്ന ഏത് സബ്ജക്റ്റിനെ കുറിച്ചും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിക്ക് വളരെ നല്ല അറിവുണ്ട്. പക്ഷെ അത് അവരുടെ കോൺഷ്യസ്നസ് ഒരിക്കലും ബാധിച്ചിട്ടില്ല. കാരണം ഇവിടെ എന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിവ്രാജകാചാര്യന്മാരാണ് നമ്മളെ ആചാര്യന്മാരും. പരിവ്രാജകാചാര്യന്മാർ അവര് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. പ്രചരിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നോളജൊക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ അവർ പരമഹംസരായതുകൊണ്ട് ഈ പറഞ്ഞ ഭൗതിക ജ്ഞാനം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇൻഫോർമേഷൻ അവരുടെ അവബോധത്തെ തീരെ തീണ്ടില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നുള്ളൂ. അവരെ അത് ഒരിക്കലും ബാധിക്കില്ല. അത് അതുകൊണ്ട് അവർക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് തന്നെ ഉണ്ടാവുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മറ്റേ അടുത്ത് പ്രയോഗിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് മാത്രം കൃഷ്ണനെ കാണാൻ, കൃഷ്ണനെ കാഴ്ച, കൃഷ്ണനെ കുറിച്ച് മാത്രം സംസാരിക്കുക. അടുത്ത ശ്ലോകത്തിൽ പറയണം, അധ്യാനേന മഹാബലോ യശോദാനന്ദസൂനുന ഹതപിതാ വയം ചാസ്മാൻ ഇതി ബാലവ്രജേ ജഗു. As the cohort boys reached the village of Vraja, they sang, "Today Krishna saved us by killing a great serpent." Some of the boys described Krishna as the son of Yashoda and others as the son of Nanda Maharaj. അവർക്കിങ്ങനെ പറയാതെ പറ്റില്ല. അത്രയും ഓടിയിട്ട് പുതിയ സംഭവമാണ്. പെട്ടെന്ന് പറയണം, കൃഷ്ണറിലെ കൃഷ്ണൻ നമ്മളെ വലിയൊരു സർപ്പത്തിന് രക്ഷിച്ചു. നമ്മളെല്ലാം വിഴുങ്ങിയതാണ് ആ സർപ്പം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി, അതിന് വയറിൽ പോയി. ഞങ്ങൾക്ക് ശ്വാസം മുട്ടായിരുന്നു, ഇപ്പൊ മരിക്കുന്നു ഞങ്ങൾ തോന്നി. പക്ഷെ കൃഷ്ണൻ വന്നിട്ട് രണ്ട് കൈയും വെച്ചിട്ട്, ഒരു കൈ മുകളിലും ഒരു കൈ താഴോട്ടാക്കിയിട്ട് ആ പാമ്പിന്റെ വായ മുഴുവൻ പിളർന്നു കണ്ടു. എന്നിട്ട് പാമ്പിനെ കണ്ട് കഷ്ണാക്കി. അങ്ങനെ പാമ്പിനെ കൊന്നു. മഹാസുരനായിട്ടുള്ള പാമ്പിനെ കൃഷ്ണൻ കൊന്നു. അപ്പൊ ചില കുട്ടികൾ കൃഷ്ണനെ പറ്റി പറയുമ്പോൾ യശോദാനന്ദനൻ, ചില കുട്ടികൾ നന്ദനന്ദനൻ എന്നൊക്കെ പറയും. യശോദ ആനന്ദം, അല്ലെ യശോദന് ആനന്ദം നൽകുന്ന ആളെയും പറയാം. യശോദയ്ക്ക് ആനന്ദം നൽകുന്നത്, അല്ലെങ്കിൽ യശസ് നൽകുന്നത്, അങ്ങനെയുള്ള പേരും ഇത് ഉപയോഗിക്കാം. എന്നാലും ഇവർക്ക് പറയാനുള്ളത്, വി വർ പ്രൊട്ടക്റ്റഡ്, വയം അവിത ഹതോ അവിതഭയം, ഞങ്ങളെ കൃഷ്ണൻ രക്ഷിച്ചു. ഭാസുനായിട്ടുള്ള ആ പാമ്പിൽ നിന്ന് കൃഷ്ണൻ നമ്മൾ രക്ഷിച്ചു. അപ്പൊ ഇത്രയും പറയുമ്പോൾ പരീക്ഷ മഹാരാജന് സംശയം തോന്നുക. ഏതാണ്ട് അത് അവസാനിച്ചപ്പോ പറയാം, ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമ കഥം ഭവേ യോ
അഭൂതപൂർവസ്തോകേഷു സ്വദ്ഭാവേഷു അവികഥ്യതാം. Kingfisher said, "O Brahmana, how could the cowherd women have developed for Krishna, someone else's son, such unprecedented pure love they now felt even for their own children? Please explain this." അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ അധ്യായത്തിൽ 13-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 13-ാം അധ്യായത്തില് ശ്ലോകത്തില് വിശേഷത്തിൽ കൂട്ടിയിട്ടത് വ്രജാനുകസാം സ്വതോകേഷു സ്നേഹവല്ലി അബ്ദം അന്മഹം ശനേ നിഷീമാ വർദ്ധേ യഥാ കൃഷ്ണേ തു അപൂർവവത്. Vrajakosan Stokeshu. Although inhabitants of Vrajabhumi, the cowherd men, previously had more affection for Krishna than their own children, പണ്ട് വ്രജഭൂമിയിലെ ഗോപന്മാർക്കും ഗോപികൾക്കും പണ്ട് സ്വന്തം കുട്ടികളെക്കാൾ കൂടുതൽ പ്രേമം കൃഷ്ണനോടായിരുന്നു. But now for 1 year, their affection for their own sons continuously increased, for Krishna had now become their sons. ഇപ്പോ സ്വന്തം കുട്ടികളോട് സ്നേഹം അവർക്ക് വർദ്ധിച്ചു വരികയാണ്. കാരണം കൃഷ്ണൻ അവരുടെ കുട്ടിയെ മാറുകയാണ്. അതവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് അറിയാം. എന്നാലും ശരി, അവർ പെട്ടെന്ന് ആ സ്വന്തം കുട്ടികൾ പണ്ടില്ലാതിരുന്ന ഒരു സ്നേഹവും പ്രേമവും വാത്സല്യവും ഒക്കെ പെട്ടെന്ന് തോന്നുന്നു. There was no limit to the increment of the affection for their sons who are now Krishna. ഇവ കുട്ടികളെല്ലാം കൃഷ്ണനാണ്. കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്തു, കൃഷ്ണൻ വിസ്തരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം കൃഷ്ണനാണ്. അതുകൊണ്ട് അവരുടെ പ്രേമം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കുട്ടികൾ കൃഷ്ണനായതുകൊണ്ട്. Every day they found new inspiration for loving their children as much as they love Krishna. ഓരോ ദിവസവും സ്വന്തം കുട്ടികൾക്കായിട്ടുള്ള ഓരോരോ ഓരോ പുതിയ കാര്യങ്ങൾ, പുതിയ കാരണങ്ങൾ, അവരോട് സ്നേഹം വർദ്ധിക്കാനുള്ള പല കാരണങ്ങൾ ആ ഗോപസ്ത്രീകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണനോട് സ്വന്തം കുട്ടികളെക്കാൾ പ്രേമം എന്തുകൊണ്ട് കൃഷ്ണനാണ് ഇവരോട് തോന്നി? ഇവർ സ്വന്തം കുട്ടികളെ കൂടുതൽ കൃഷ്ണനോട് തോന്നാനുള്ള കാരണം എന്താണ്? ഇതാണ് മഹാരാജാൻ അറിയേണ്ടത്. കൃഷ്ണൻ വേറൊരു അമ്മയുടെ കുട്ടിയാണ്. വേറെമാരെ യശോദമാതലി. അപ്പോൾ വേറൊരു അമ്മയുടെ കുട്ടിയെ സ്വന്തം കുട്ടികളെക്കാൾ സ്നേഹം എങ്ങനെ വരും? പരീക്ഷത് മഹാരാജ് ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? How is it that this love for Krishna appearing as their own sons was not manifested before the pastimes of bewildering Brahma? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബ്രഹ്മാവിന് ഇപ്പം ഈ വിമോഹനയില് വരുന്നേക്കാൾ മുമ്പ് എന്തുകൊണ്ട് അത് പ്രകടമായില്ല? ബ്രഹ്മാവിന്റെ വിമോഹനയിലെ സമയത്താണ് ഇത് നടന്നത്. അപ്പൊ അതിനേക്കാൾ മുമ്പ് എന്തുകൊണ്ട് പ്രകടമായില്ല? അത് സാധാരണ ഇവിടെ പറയും, സാധാരണ അച്ഛനമ്മമാർക്ക് സ്വന്തം കുട്ടികളോടാണ് എപ്പോഴും സ്നേഹം തോന്നുന്നത്. സ്വന്തം കുട്ടികളെ അവർക്ക് എപ്പോഴും ലാളിക്കും, സ്വന്തം കുട്ടികളെ എപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കുട്ടികളെക്കാൾ കൂടുതൽ സ്വന്തം കുട്ടികൾ. മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഗുണങ്ങൾ കൂടുണ്ടാവും. ബാക്കി ഭംഗിയാണ് ശരി, ബുദ്ധിയാണെങ്കിൽ ശരി, അങ്ങനെ ഏത് കാര്യമായാലും ശരി, ചിലപ്പോൾ ഒരു പക്ഷേ സ്വന്തം കുട്ടികളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കുട്ടികൾക്ക് ഉണ്ടാവാറ്. എന്നിരുന്നാലും അച്ഛനമ്മമാർക്ക് സ്വന്തം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തോ ചൊല്ലില്ലേ സമാജിക്ക്, എന്താണ്? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറയും. അപ്പൊ കാക്ക കുഞ്ഞിനേക്കാൾ സാധാരണ ആൾക്കാരെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്ക് നോക്കുമ്പോ കുയിലിന്റെ കുഞ്ഞിനാണ് ഭംഗി കൂടുക, എല്ലാ ഇതും കൂടുക. കുയിലിന്റെ കുട്ടികളെ മറ്റുള്ള മയിലിന്റെ കുട്ടികളെയും പറയാൻ അതായിരിക്കും കൂടുക. പക്ഷെ കാക്ക സമ്മതിക്കത്, കാക്ക വിശ്വസിക്കാൻ പറയും. കാക്ക പറയും നല്ല ഇത് തന്നെ നല്ല കുട്ടി തന്നെയാണ്. അപ്പോ പല സന്ദർഭങ്ങളിലും അച്ഛനമ്മമാരെ സ്വന്തം കുട്ടികളെ, അതാണ് അഫെക്ഷൻ, അതാണ് അറ്റാച്ച്മെന്റ്.
അത്രയും അറ്റാച്ച്മെന്റ് ആണ്. ഭൗതികമായിട്ടില്ല, സ്വന്തം കുട്ടികളുള്ള അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ട് കൂടും. അനാസക്തി അനഭിസംഗ പുത്രധാര ഗൃഹാദിഷു എന്നല്ലേ പറഞ്ഞേ ജ്ഞാനത്തില്. അനഭിസംഗ പുത്രധാര ഗൃഹാദിഷു, പുത്രൻ ഗൃഹം ഗൃഹ ആദിഷു തുടങ്ങിയതുകൊണ്ട് ഭയങ്കര അത് അറ്റാച്ച്മെന്റ് ഇല്ലാത്തതാണ് ജ്ഞാനം. പക്ഷെ ഇവിടെ ഗോപിമാർക്ക് കൃഷ്ണനോടാണ് കൂടുതൽ പ്രേമം, അതാണ് വ്യത്യാസം. അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ അവസ്ഥ, അവരുടെ കോൺഷ്യസ്നസ്. കാരണം കൃഷ്ണൻ ഓഫ്കോഴ്സ് ഗോപന്മാരും അതേ ലെവലിലാണ്, അല്ലാതെ കൃഷ്ണന്റെ ഗോപന്മാരും ഇല്ല, അവരും ഇതേപോലെ തന്നെയാണ്, സെയിം ക്വാളിറ്റേറ്റീവ്ലി സെയിം, അതിൽ നിൽക്കാൻ. എന്നിരുന്നാലും കൃഷ്ണനോട് കൂടുതൽ അവർക്ക് അറ്റാച്ച്മെന്റ്. അവർ അചിന്യ ഭേദം അവിടെയും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ യെസ് സെയിം ക്വാളിറ്റിയാണ്. ആന്തരിക അവർ റിയലൈസ് ഫുള്ളി ശുദ്ധ ആൾക്കാരാണ് അവർ ഗോപന്മാര്. കൃഷ്ണന്റെ അസോസിയേറ്റ്സ് ആണ്. അതുകൊണ്ട് കൃഷ്ണനെ പോലെ തന്നെ ക്വാളിറ്റീസ് എല്ലാം ഉള്ളത്. ഇപ്പോൾ ഉദ്ധവരെ പറ്റി പറയുമ്പോൾ ഉദ്ധവരയ്ക്ക് അങ്ങനെയാണ്, പക്ഷെ ഉദ്ധവരെക്കാൾ കൂടുതലാണ് ഗോപന്മാരെ. ഉദ്ധവ ഇപ്പുറത്തെ കിടക്കാം, ദ്വാരകര ഭാഗത്തുള്ളതാണ്. എനിവേ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗോപന്മാര് ക്വാളിറ്റേറ്റീവ്ലി അവർ കൃഷ്ണൻ ഇന്റർണൽ പൊട്ടൻഷ്യൽ ഭാഗം തന്നെ, അവർക്ക് ഭൗതികമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ല. എന്നിരുന്നാൽ പോലും ഗോപിമാർക്ക് കൃഷ്ണനോട് കൂടുതൽ പ്രേമുണ്ട് സ്വന്തം കുട്ടികളെക്കാളും. അപ്പോൾ അചിന്യ ഭേദം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാണ് പക്ഷെ വ്യത്യാസം. അപ്പോൾ ഇതിന്റെ കാരണം അറിയാൻ പരീക്ഷത്ത് മഹാരാജന് ഭയങ്കര താല്പര്യം. അങ്ങനെ നിങ്ങൾ പറഞ്ഞുതരണം, ഇതിന്റെ എന്താണ് അതിന്റെ കാര്യം, സംഭവിക്കാൻ കാരണം എന്താണ് എന്ന് പരീക്ഷത്ത് മഹാരാജ് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ വരാൻ പോണം. ഇപ്പോൾ ബാക്കിയുള്ള 10 ശ്ലോകങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം ഈ അധ്യായം അവസാനിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. വാഞ്ചാകൽപതരുശ്ച കൃപാസിന്ധുദേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി की जय. श्रीला प्रभुपाद की जय हो. प्रेमानंदी. हरे बोल.